കാലടി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ ആശങ്കയുമായി ബസ് ഉടമകൾ. ബസ്സുകൾ പാർക്ക് ചെയ്യാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്താതെയാണ് നിർമ്മാണം നടത്തുന്നതെന്നാണ് ആരോപണം. 120-ലധികം ബസ്സുകളാണ് കാലടി മേഖലയിൽ സർവീസ് നടത്തുന്നത്. അങ്കമാലി, പെരുമ്പാവൂർ, ആലുവ ടൗണിലേക്കും മലയാറ്റൂർ, മഞ്ഞപ്ര, കൂവപ്പാടി, പാറപ്പുറം, കാഞ്ഞൂർ തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലേക്കും ബസ് സർവീസ് നടത്തുന്നത് കാലടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. 20-ലധികം ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും ഒരേ സമയം സ്റ്റാൻഡിൽ എത്താറുണ്ട്. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിച്ചാൽ ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാനാകില്ല. ഇത് യാത്രക്കാർക്കും ബസ് സർവീസുകൾക്കും പ്രതിസന്ധി തീർക്കുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഈ സ്റ്റാൻഡിൽ വരുന്ന ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങളാണ് പൊതുഗതാഗതം ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനും ബസ് കാത്തു നിൽക്കുവാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഒരുക്കാതെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിക്കൊണ്ട് ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സുകളെ ഈ റോഡിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് വികസനത്തിന്റെ പേര് മറിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. റോഡ് സൈഡുകളിൽ ബസ് പാർക്ക് ചെയ്യണമെന്നും അവിടെ നിന്നു തന്നെ യാത്രക്കാരെ എടുക്കണമെന്നുമാണ് പഞ്ചായത്ത് പറയുന്നത്. ഇത് കാലടിയിൽ കനത്ത ഗതാഗതക്കുരുക്കിനും കാരണമാകും. ബസ് സ്റ്റാൻഡിന്റെ ഒരു വശത്ത് ബസ്സുകൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കളക്ടർ, MP, MLA ഉൾപ്പെടെയുള്ളവർക്ക് ഉടമകൾ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.